നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധിയെ വളരെ സൂക്ഷിക്കണം. രാഹുൽ ഗാന്ധി മണ്ടനാണ്, പപ്പുവാണ്, കോമാളിയാണ്, വിടുവായനാണ് എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. രാഹുൽ ഇതൊന്നുമല്ല. രാഹുൽ ഒരു വലിയ ആസൂത്രകനാണ്, വലിയ ബുദ്ധിമാനാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സമീപകാല സംഭവങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ദീപാവലി ഇടവേളയിൽ, ആ ദീപാവലിയുടെ അവധി ദിവസങ്ങളിൽ രാഹുൽ എവിടെയായിരുന്നു എന്ന് ആരെങ്കിലും അന്വേഷിച്ചു? രാഹുൽ വിദേശത്ത് പോയത് എന്തിനാണ് എന്ന് ആരെങ്കിലും തിരക്കിയോ? വിദേശത്ത് രാഹുൽ ആരെയൊക്കെ കണ്ടു, ഏതൊക്കെ പരിപാടികളിൽ പങ്കെടുത്തു എന്ന് നമ്മുടെ നാട്ടിലെ ഭരണകക്ഷിക്കോ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്കോ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വകുപ്പുകൾക്കോ അറിയാമോ? ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഈ ഇടവേളയിൽ രാഹുൽ അമേരിക്ക സന്ദർശിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചത്. അവിടെ അദ്ദേഹം പോയ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇന്ത്യയിൽ നിന്ന് ഒരു സംഘം മാധ്യമപ്രവർത്തകർ അവിടെ എത്തി. 7 പേരടങ്ങുന്ന ആ സംഘം പശു ബെൽറ്റ് അഥവാ ഹിന്ദി ബെൽറ്റ് എന്നറിയപ്പെടുന്ന പടിഞ്ഞാറ് രാജസ്ഥാനിൽ തുടങ്ങി അങ്ങ് കിഴക്ക് ബംഗാൾ വരെ നീണ്ടു കിടക്കുന്ന ആ ഹിന്ദി ബെൽറ്റ് അല്ലെങ്കിൽ പശു ബെൽറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്തു നിന്നുള്ളവരാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ബംഗാളിൽ, ബീഹാറിൽ, UP-യിൽ, രാജസ്ഥാനിൽ, ഡൽഹിയിൽ, ഹരിയാനയിൽ, ഇങ്ങനെ ഹിമാചൽ പ്രദേശ്, ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരാണ് അമേരിക്കയിൽ എത്തിയത്. അവിടെ അവർ ഒരു പരിപാടിയിൽ, ഒരു പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തു. ഒരു ചർച്ചയിൽ, ഒരു സംവാദത്തിൽ അവർ പങ്കെടുത്തു. ജേർണലിസം ഇൻ ടുഡേയ്സ് ഇന്ത്യ എന്നു പേരിട്ട ഒരു പരിപാടിയിലാണ് അവർ പങ്കെടുത്തത്. ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്തത് രാഹുലിൻ്റെ ഏറ്റവും വിശ്വസ്തയായ, രാഹുലിന് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ്. ആളിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിയും. സുനിത വിശ്വനാഥ് ആണ് ആ പരിപാടി കോർഡിനേറ്റ് ചെയ്തതും ഇവരെ ക്ഷണിച്ചതും ഈ പരിപാടി സംഘടിപ്പിച്ചതും. ഇതിന് ആര് ഫണ്ട് ചെയ്തു, ഇതിന് എത്ര രൂപ ചെലവായി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചോദിക്കരുത്, അതൊന്നും പുറത്തു വിടില്ല. ഇനി ഈ സുനിത വിശ്വനാഥിനെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന മറ്റു ചില വിവരങ്ങൾ കൂടി നോക്കാം. ഇവർ ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധിയുമായിട്ട് സുനിത വിശ്വനാഥിന് എത്രത്തോളം ആഴത്തിൽ ബന്ധമുണ്ടോ അത്രത്തോളം തന്നെ ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായിട്ടും ബന്ധമുണ്ട്. ഇവർ ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊരു സംഘടനയുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഫെലോഷിപ്പ് ഫോർ വുമൺ, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ കൂടിയാണ് ഇവർ. ഈ സോറോസ്, സുനിത, രാഹുൽ ഒരു അച്ചുതണ്ടാണ് എന്ന് തെളിയിക്കാൻ ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ആവശ്യമില്ല. ഈ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പും 2023 സമാനമായി രാഹുലും സുനിതയും ഈ മാധ്യമപ്രവർത്തകരും ഒക്കെ ഒത്തുകൂടിയിരുന്നു. അതിൻ്റെ ചിത്രങ്ങൾ അമേഠിയിൽ മത്സരിച്ച സ്മൃതി ഇറാനി ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പുറത്തുവിട്ടിരുന്നു. ഇവർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, അമേഠിയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അന്ന് സ്മൃതി ഇറാനി ഉന്നയിച്ചത്. നമുക്കറിയാം, 2024 അമേഠിയിൽ മത്സരിച്ചത് രാഹുൽ അല്ലെങ്കിലും അമേഠിയിൽ സ്മൃതി ഇറാനി തോറ്റു. ഇനി ഇത് 2024 2023 ഒക്കെ സംഭവമാണെങ്കിൽ അതിനു മുമ്പ് നടന്ന പല സംഭവങ്ങളിലും ഇവർക്ക് ബന്ധമുണ്ട്. ഈ മാധ്യമപ്രവർത്തകരും സുനിത വിശ്വനാഥും സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നത്, മറ്റുള്ളവരുടെ ഇടയിൽ അറിയപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ കാവലാൾ, സംരക്ഷകർ എന്നൊക്കെ ഉള്ള ആ രീതിയിലാണ് അവർ അറിയപ്പെടുന്നത്. എന്തായാലും ഇവരെ സംശയാസ്പദമായ ദുരൂഹമായ പല സാഹചര്യങ്ങളിലും ഈ മാധ്യമപ്രവർത്തകരുടെയും സുനിതയുടെയും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്.
പലപ്പോഴും ഇവർ രാഹുലിന് വേണ്ടി, കോൺഗ്രസ്സിന് വേണ്ടി ഇത്തരത്തിൽ രംഗത്തു വരികയും വലിയ ശബ്ദം, വലിയ ബഹളമുണ്ടാക്കുകയും ചെയ്യും. പലപ്പോഴും പ്രതിപക്ഷത്തിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ച് പല വിഷയങ്ങളിലും വിവാദമുണ്ടാക്കാൻ വലിയ ഹർജികൾ കൊടുക്കുന്നതിലും ഇവർക്ക് പങ്കുണ്ട് എന്നാണ് ആക്ഷേപം. അത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ആയാലും, NRC ആയാലും, കർഷക സമരമായാലും, കർഷക ബില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇവർ അതിവേഗത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നു, സുപ്രീം കോടതിയെ കൊണ്ട് ഹർജികൾ എടുപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമാന്തരമായിട്ട് നടത്തുന്നു. ഇത് കോൺഗ്രസ് നേരിട്ട് ചെയ്യുന്നതല്ല, ഇവരെ പോലെയുള്ള ചില NGOകൾ വഴി അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ചില കൂട്ടായ്മകളിലൂടെ ചെയ്യുന്ന കാര്യമാണ്. നമുക്കറിയാം, CAA വിരുദ്ധ സമരം രാജ്യത്തെ എവിടെയാണ് കൊണ്ടെത്തിച്ചത്? ഡൽഹിയിൽ വലിയ കലാപം നടന്നു. ആ കലാപം വളരെ പെട്ടെന്ന് അടിച്ചമർത്താൻ നമ്മുടെ പോലീസിനും നമ്മുടെ അർദ്ധസൈനിക വിഭാഗത്തിനുമൊക്കെ കഴിഞ്ഞെങ്കിലും 53 ജീവനുകളാണ് അതിൽ നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ, അങ്കിത് ശുക്ല എന്നു പേരുള്ള ഉദ്യോഗസ്ഥൻ, അതിക്രൂരമായി കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് ലിംഗം ഛേദിച്ച് ശരീരമാകമാനം അതിക്രൂരമായി മുറിവേൽപ്പിച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു ഓടയിൽ, മലിനജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓടയിൽ നിന്ന്, സ്വീവേജിൽ നിന്നാണ്, മാലിന്യക്കുഴിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇതെല്ലാം CAA വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. ജാമിയ മില്ലയിൽ പോലീസ് വെടിവെപ്പുണ്ടായെന്നും 2 മുസ്ലിം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു എന്നും ഒക്കെയുള്ള ആക്ഷേപവും ആരോപണവും പ്രചാരണവും വ്യാജ പ്രചാരണവും ഒക്കെ നടത്തി രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവരാണ് ഈ പറയുന്ന കൂട്ടർ. ഇവർക്കെല്ലാവർക്കും ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായിട്ട് ബന്ധമുണ്ട് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ബീഹാറിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ബംഗാൾ, ആസാം, കേരള, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. ആ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പിന് ശേഷം, അവിടുത്തെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് UPയിലാണ്. ഇവിടെയാണ് ഇവരുടെ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ ദുരൂഹത വർദ്ധിക്കുന്നത്. UP ആയിരുന്നു അവിടുത്തെ ചർച്ച എന്നാണ് ലഭിക്കുന്ന വിവരം. രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അവർക്ക് ലഭിച്ച വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇതിപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചിലതിലൊക്കെ ചർച്ചയായിട്ടുണ്ട്. ചില യൂട്യൂബുകളിലും ചില പ്രഗത്ഭരായ വ്യക്തികൾ, രാജ്യസ്നേഹികളായ വ്യക്തികൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇക്കാര്യം പുറത്തുവിട്ടിട്ടുണ്ട്, ഇത് ചർച്ചയാക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ UP തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടത്താൻ വേണ്ടിയിട്ട് വലിയ ഗൂഢാലോചന അമേരിക്കയിൽ നടന്നു എന്നാണ്. അതിൽ ഈ പറഞ്ഞ സുനിത വിശ്വനാഥിൻ്റെയും മാധ്യമപ്രവർത്തകരുടെയും പങ്ക് എത്ര എന്നാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സോറോസ് ഡോളറുകൾക്ക് ഇനി ഇന്ത്യയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. അതൊക്കെ പഴയ കാലത്ത് നടന്നിരുന്നു. ഇത് പുതിയ ഇന്ത്യയാണ്, നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്. ഇവിടെ അത്തരം പ്രവർത്തനങ്ങളൊന്നും വിജയിക്കില്ല എന്ന് വ്യക്തമാണ്. എന്തായാലും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഫണ്ടുകൾ ഇനിയും നൽകിക്കൊണ്ടിരിക്കട്ടെ. ഇതുപോലെയുള്ള വിഘടനവാദികളെയും വിധ്വംസക പ്രവർത്തകരെയും ഒക്കെ സംഘടിപ്പിച്ച് അമേരിക്കയിലും ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും കൊണ്ടുപോയി പരിശീലിപ്പിക്കട്ടെ. അവർ വഴി ഇന്ത്യയിലേക്ക് അന്തഛിദ്രമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കട്ടെ. പക്ഷെ അതൊന്നും വിജയിക്കില്ല, 100% ഉറപ്പാണ്. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞു. അവർക്ക് യഥാർത്ഥ ഭരണാധികാരി ആരെന്നറിയാം. അവർക്ക് ഈ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു യുവാവിനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ രാജ്യത്തിൻ്റെ ഭരണമേൽപ്പിച്ചാൽ എന്തായിരിക്കും ഈ രാഷ്ട്രത്തിന് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പോലും തിരിച്ചറിവുണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ പരിശോധിച്ചാൽ ഈ നമ്മുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് സ്വയം അപഹാസ്യനായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും എന്തുമാത്രം ജനങ്ങളാൽ വെറുക്കപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെ ഒന്നും പോണ്ട. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന കമൻറ്റുകളും പോസ്റ്റുകളും കണ്ടാൽ മതി, ജനങ്ങളുടെ പ്രതികരണം കണ്ടാൽ മതി.
ഈ രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷം വേണം എന്നാഗ്രഹിക്കുന്ന ജനത പോലും ഇതിനെ തിരസ്കരിക്കുകയാണ്. ഈ നേതാവിനെയും അദ്ദേഹത്തിൻ്റെ ഈ കുൽസിത പ്രവൃത്തികളെയും അവർ എതിർക്കുന്നു, അവർ നിരാകരിക്കുന്നു, അവർ വെറുക്കുന്നു. എന്തായാലും ഒരു കാര്യം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് സോറോസ് ഡോളറുകൾക്ക് ഇനി ഇന്ത്യയെ നശിപ്പിക്കാനോ ഇന്ത്യയെ തകർക്കാനോ സാധിക്കില്ല. കാരണം ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. വലിയൊരു വിഭാഗം കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്കും ശക്തമായ പിന്തുണ കൊടുക്കുന്നു. അടിയുറച്ച് കേന്ദ്ര സർക്കാരിനൊപ്പം ദേശീയവാദികൾക്കൊപ്പം നിൽക്കുകയാണ്. വിരലിലെണ്ണാവുന്ന ചിലർ മാത്രമേ ഉള്ളൂ പണം മോഹിച്ച് ഇവരുടെയൊക്കെ പുറകെ പോയി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത്തരക്കാർക്ക് ഭാവിയില്ല എന്ന് വ്യക്തമാണ്.